മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി പിടിച്ചുകൊണ്ട് വരികയാണ്. ഹജ്ജാജിന്റെ മുന്നിലേക്ക് അനുയായികൾ പിടിച്ചുകൊണ്ടുവന്നു. ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തല എനിക്കെടുക്കണം, ഇവന്റെ തല വെട്ടാൻ എനിക്ക് അവസരം തരണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി ഹജ്ജാജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. തന്റെ ഉറകിൽ കിടക്കുന്ന വാള് വലിച്ചൂരിയിട്ട് അതാ ചിരിച്ചുകൊണ്ട് തല വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹജ്ജാജേ എന്നെ കൊല്ലാൻ പോകുകയാണോ? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് പറയുന്നു, ഹജ്ജാജേ എന്റെ ജീവിതം അല്ലാഹുവിനുള്ളതാടോ, എല്ലാം അല്ലാഹുവിനുള്ളതോ, നീ എന്നെ വെട്ടിക്കൊന്ന എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ ഖിബ്ലയ്ക്ക് നേരെ കിടന്ന് നീ ചാകണ്ടടാ. തല പിടിച്ചിട്ട് തിരിച്ചു വെക്കുകയാണ്. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു, ഹജ്ജാജേ വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. എടാ, കിഴക്കിന്റെ അധിപനും പടിഞ്ഞാറിന്റെ അധിപനും അല്ല തന്നെയാ, എങ്ങോട്ടിട്ടാലും എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജിന് ദേഷ്യം വന്നു. തല പിടിച്ചു മണ്ണിന്റെ അകത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല. കാരണം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അല്ലാഹു മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് തന്നെയാണ് അല്ലാഹു എന്നെ മടക്കുന്നത്. ഹജ്ജാജിന് ദേഷ്യം വന്നു. പിടിച്ചു മലർത്തി കിടത്തുകയാണ്. കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു, ഹജ്ജാജേ ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എല്ലായിടത്തും അള്ളയുണ്ടടോ, എല്ലായിടത്തും പടച്ചവനുണ്ടടോ. ചിരിക്കുന്ന മുഖത്തോടെ കൊല്ലാൻ വാളുയർത്തിയവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറ്. ആ ചങ്കൂറ്റം എവിടെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അല്ല കൊടുത്തതാ. മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിച്ചപ്പോ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. നേതാക്കന്മാര് മുഴുവനും ഭക്ഷണം കഴിക്കാനിരുന്നു. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലും ഭക്ഷണം കൊണ്ടുവച്ചു. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പടച്ചവനെ, തന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, അല്ലാഹ്, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ എന്റെ പ്രവാചകന്റെ സുന്നത്താ. അതാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ല. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിലിട്ടിട്ട് അവിടെ നിന്ന് വാരി കഴിക്കുമ്പോ മുന്നിലിരുന്ന രാജാക്കന്മാര് കളിയാക്കുകയാണ്. എച്ചില് വാരി തിന്നുന്നോ ആമിറ്? എന്തിനാ എച്ചില് തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ, എന്തിനാണ് എച്ചില് വാരി തിന്നുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അവര് നിസാരമാക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എടാ പമ്പര വിട്ടികളീ, എടാ പമ്പര വിട്ടികള്, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാനോ? രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാറുള്ള ധൈര്യം എവിടെ നിന്നാണ്? പ്രവാചകന്റെ ജീവിതം പിൻപറ്റിയോ അല്ലാഹു അവന് ധൈര്യം കൊടുക്കും. അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ആരെയും ഭയപ്പെടണ്ട. പത്തവന്മാര് ഒരുമിച്ച് വന്നാലും മുട്ടിടിക്കൂടാ. താടി വളർത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ലോകത്തൊരു മഖ്ലൂക്കിനെയും നീ ഭയപ്പെടണ്ട. എല്ലാരും നിന്റെ മുന്നിൽ ഭയക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.
3 പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് കൈപൊക്കിയ വാപ്പ ഉമ്മ. 3 ഈ കൈ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടിയിട്ട് എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് വെള്ളിയാടിച്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കേണ്ട ഗതികേട് അള്ളാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തെ മുറുകെ പിടിച്ചാൽ അള്ളാഹു അവന്റെ റിസ്ക്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ മുന്നിലും പോയിട്ട് താതാ എന്ന് പറഞ്ഞ് ഈ ചോദിക്കേണ്ട ഒരവസ്ഥ നിനക്ക് അള്ളാഹു വരുത്തൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്ത് ജീവിതത്തെ മുറുകെ പിടിക്കുക. പലരുടെ വീട്ടിലും സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം വലിയ പ്രയാസത്തില്ല. ആർക്കും സമാധാനം കാരണം എന്തെന്നറിയോ? 3 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ സർവ്വചരാചരങ്ങളുടെയും ശാപം അവന് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നമ്മൾ സൂക്ഷിക്കാറില്ല. നമുക്ക് ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും ശാപം വാങ്ങി വെക്കുന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന 4 കാര്യം. 1, ഇടത് കൈകൊണ്ട് വെള്ളം കുടിച്ച നിന്നെ എല്ലാവരും ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവരാ. എപ്പോഴാ കുടിക്കണേ? നമ്മളധികം പേരും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവരാ. എപ്പോഴാ? കാന അടിക്കുമ്പോ ഇല്ലേ? ഭക്ഷണം തിന്നുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവരായിരിക്കുന്നവരിൽ പലരും. എന്തേ വാപ്പ, അല്ല നിനക്ക് വലത് കൈ തന്നില്ലേ വാപ്പ? നിനക്ക് ചോറ് വാരി തിന്നാൻ അള്ളാഹു വലത് കൈ തന്നിട്ടുണ്ട്. ആ ചോറ് വാരി തിന്നുന്നതിൻ്റെ ഇടയിൽ നിനക്ക് ആ വലത് കൈ കൊണ്ട് വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യ, ഇടത് കൈ കൊണ്ട് വെള്ളം എടുക്കുന്നു. നീ വലത് കൈ കൊണ്ട് വെള്ളം എടുക്കാത്തതിന് നീ പറയുന്ന കാരണം ക്ലാസ്സിൽ എച്ചിൽ പറ്റും. അത്രയില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് നിനക്ക് അത്ര സിമ്പിളായി പോയി. ഗ്ലാസിൽ എച്ചിൽ പറ്റുമെന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാ നമ്മൾ ആ സുന്നത്തിനെ ഒഴിവാക്കി കളയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ര ഈ നിസാരമായി പോയി പ്രവാചകന്റെ ഒരു സുന്നത്ത് അല്ലേ? പോട്ട്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കണ കാണാൻ നല്ല രസമാണ്. ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുടിയാ. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പറഞ്ഞെന്ന് പറ. ഇടത് കൈയുണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കി കുടിയുണ്ടല്ലോ. എങ്ങനാ കുടിക്കേണ്ടതെന്ന് ആരാ പറഞ്ഞെന്ന്? എവിടെന്നാ പഠിച്ചേ? എങ്ങനാ വെള്ളം കുടിക്കേണ്ടത്? എങ്ങനാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാദം ഉണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാന്ന് ഉസ്താദ് ഇനിയിപ്പോൾ ഏത് കിതാബി ഉണ്ടെന്ന് ചോദിക്കാൻ നിന്നങ്ങനാണല്ലോ. എല്ലാവരും മൗലിദ് കടന്നു വരുമ്പോൾ നബി നടത്തിയിട്ടുണ്ടോ, സഹാബത്ത് നടത്തിയിട്ടുണ്ടോ, ഇമാമുമാർ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെന്താ പറയാനാ? എടാ നിന്റെ വാപ്പ നടത്തിയിട്ടുണ്ട്, അതന്നെ ഏറ്റവും വലിയ തെളിവ്. വേറെ തെളിവ്? നിന്റെ വാപ്പ മൗലിദ് ഓതിയിട്ടുണ്ട്, നിന്റെ വാപ്പായും വാപ്പാടെ വാപ്പായും നബിദിന റാലിക്ക് പോയിട്ടുണ്ട്, അതന്നെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ തെളിവ് ചോദിക്കാൻ നടന്ന നീ തന്നെ തെളിവില്ലാതെ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയാ വെള്ളം കുടിക്കണ്ടേ? വെള്ളം ഒഴിയപ്പോ എല്ലാവരും വെള്ളം കുടിക്കുന്ന ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും. എങ്കിൽ കുടിക്കേണ്ടത് അങ്ങനല്ല. നമ്മുടെ ഉമ്മമാര് പണ്ട് പറയാറുണ്ട്, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. പറയാറില്ലേ? ഉറങ്ങുന്ന വാപ്പ പറ, വലത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പറയില്ലേ? പറയും. കുടിക്കേണ്ടത് എങ്ങനാ? വലത് കൈ കൊണ്ട് കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുക, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കണം. ഒരു അന്തസ്സുണ്ട് വാപ്പ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊരു അന്തസ്സുണ്ട്. പ്രവാചകന്റെ സുന്നത്തിനെ പുച്ഛിക്കുകയല്ല. അപ്പോഴും ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കുടിക്കുമ്പോ ആ ഒരു സുന്നത്ത് ഹയാത്താക്കിയ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനും പറ്റാതെ വന്നാൽ മാത്രമാണ് ഇങ്ങനെ കുടിക്കേണ്ടത് കേട്ടാ. അതിനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കുടിക്കേണ്ടത്. അല്ലാഹു നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ ശാപം കിട്ടും. 2, ഇങ്ങോട്ട് നോക്ക്. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറഞ്ഞു, തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് വേസ്റ്റ് വെക്കുന്നവന് ശാപം കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിന്നണ അതേ പാത്രത്തിൽ ഇങ്ങനെ അല്ലാ പടച്ചോനെ
ഇവിടെ ഉണ്ട് എല്ല്, ഇവിടുത്തെ മീമുള്ള്, കരിയാപ്പല ഇവിടെ, പച്ചമുളക് ഇവിടെ, സെൻട്രീന്ന് വാരി വാരി തിന്നാം. എന്ത് മനുഷ്യന് പണി! തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് തന്നെ വേസ്റ്റ് വെക്കാം. ശരീരത്ത് വെച്ചിട്ട് കഴിക്കാൻ പാടില്ല. ഇപ്പൊ പിന്നെ നടന്നതിട്ടില്ല. എവിടെ വാജിയാരെ വീട്ടിലും കല്യാണം പോയിട്ട് ആവശ്യത്തിന് വിളമ്പി നിന്ന് തിന്നോണം. തിന്നോ, കുഴപ്പമൊന്നുമില്ല, തിന്നോ. രാവിലെ വീട്ടിൽ നോക്കിയാൽ ഉമ്മായും മോളും കൂടെ, കുഞ്ഞിന്റെ മക്കള് ഓട്ട മത്സരം. ഉമ്മ ഇങ്ങനെ ഭക്ഷണമായിട്ട് കുഞ്ഞിന്റെ പുറകെ ഓടുക, തിന്നുമോനെ തിന്നുമോനെ. കാരണം എന്തേ? 6 മണി വരെ കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേറ്റിട്ട് ഓട്ട മത്സരം. നിന്റെ ഭാര്യ ഒരു പരിശീലനം നടത്തുക കേട്ടോ. ഇനി കാണുമ്പോ ചിന്തിച്ചോണം. നിന്റെ ഭാര്യ എന്തിനാ മക്കളുടെ പുറകെ ഓടുന്നതെന്നറിയോ? എറണാകുളം മുതൽ തിരുവനന്തപുരം RCC വരെ ഓടാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിന്ന് ഭക്ഷണം കഴിച്ചാൽ, നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നുകൾ കിട്ടാത്ത രോഗം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി മുതൽ ഓട്ട മത്സരം നടത്തുമ്പോ രാവിലെ സ്കൂളിൽ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് മക്കളെ നിർത്തിയിട്ട് നീ ഭക്ഷണം കൊടുക്കുമെന്ന് നീ ചിന്തിച്ചോണം. ഓരോ ഹോസ്പിറ്റലും കേറി ഇറങ്ങി നിനക്ക് ഓടേണ്ടതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കയ്യിൽ ഭക്ഷണം വെച്ച് കഴിക്കരുത്, ശരീരത്ത് വെച്ച് കഴിക്കരുത്. ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് തറയിലിരിക്കാൻ പറ്റുമെങ്കിൽ താഴെ ഇരുന്ന് കഴിക്ക്. ഡൈനിങ് ടേബിളെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്ന് കഴിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് താഴെ വീഴുന്ന ഭക്ഷണം. അപ്പല്ല, രണ്ടാമത്തെ വിഷയം, നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണ പാത്രത്തിൽ തന്നെ വേസ്റ്റ് വെക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3, താഴെ വീഴുന്ന ഭക്ഷണം നിസ്സാരമാണ്. എച്ചില് അതന്നെ താഴെ വീണ ഭക്ഷണം താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എച്ചില് വാരി തിന്നൂല. നിസ്സാരമായി കളയ ഭക്ഷണങ്ങൾ വെറുതെ പാഴാക്കി കളയ. അല്ലാഹുവേ, സർവ ചരാചരങ്ങളുടെയും ശാപം നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താഴെ വീണ ഭക്ഷണം അങ്ങനല്ല സഹോദരങ്ങളെ. താഴെ വീഴുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ബർക്കത്തതിലായിരിക്കും. താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിൽ ഏറ്റവും ബർക്കത്ത്. ഇതൊക്കെ എച്ചിലായിട്ട് കാണുന്ന കാലം. എടാ, സ്വന്തം ഭാര്യയും ഭർത്താവും പോലും ഒരുമിച്ചിരുന്നു. പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഭർത്താവ് കഴിക്കണ ഭക്ഷണത്തിൽ തന്നെ ഭാര്യമാര് കഴിക്കുമായിരുന്നു. ഇപ്പൊ എവിടാ പോലെ? നമ്മുടെ ഉമ്മ വീട്ടിൽ പിന്നെ 50 പാത്രമൊന്നുമില്ല, ഒരു ചട്ടിയേ ഉള്ളൂ. എല്ലാം കൂടെ വാരി അതിനകത്തോട്ടിടും. എന്നിട്ട് ഒരു കുഴയാ, സിമെന്റ് കുടക്കണ മെഷീൻ പോലെ ഉമ്മ ഒരു കുഴയ കൈയുണ്ട് ഇങ്ങനെ കുഴച്ചിട്ട്, വേണോടാ, വേണം ഉമ്മച്ചി, അല്ലാ, ഉമ്മ നമ്മുടെ വായിലേക്ക് വാരി തരുമായിരുന്നു. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയി ഉമ്മയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉമ്മ വാരി ഇങ്ങനെ തരും, ഒരു മടിയില്ല. ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് വാങ്ങി തിന്നും നമ്മൾ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട്, ഈ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കൾ കാണേ ഇതുപോലെ ചോറും കറിയൊക്കെ വാരിയിട്ടൊന്ന് ഇളക്കണം. മെഷീൻ ഇളക്കണ പോലെ ചോറൊന്ന് ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ അവൻ പറയും ഉമ്മ തിന്നോളാം. കാരണം അവന്റെ ചിന്ത ഇത് വേസ്റ്റാണെന്നാ. സ്വന്തം ഉമ്മ വാരി കൊടുത്താൽ തിന്നൂലല്ലോ. പണ്ട് വീട്ടിലൊരു പാത്രമുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള വീട് പള്ളിയിലെ ഇമാമിന്റെ വീടല്ല, ഹാജിയാക്കന്മാരുടെ വീടല്ല. ഈ നാട്ടിലെ ഏറ്റവും അല്ലാഹുവിന്റെ ബർക്കത്തിറങ്ങുന്ന ഭവനം ഏതെന്നറിയോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. പണ്ട് അതായിരുന്നു. നിന്റെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും എന്ത് സന്തോഷമായിരുന്നു. ഉടുക്കാനില്ലെങ്കിലും കഞ്ഞിയും വെള്ളമാണെങ്കിലും എന്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇന്നും മട്ടൻ മന്തി തിന്നിട്ട് ഒന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഉമ്മയും വാപ്പയും കൂടപ്പുറപ്പുകളും ഒരുമിച്ചിരുന്ന് തിന്നു. അതുകൊണ്ടാ പണ്ടത്തെ സഹോദരങ്ങൾ പറയടാ, അവൻ എൻ്റെ കൂടപ്പുറപ്പടാ. എന്ത് ചെയ്താലും പറയും, അവൻ എൻ്റെ അനുജനടാ. എന്ത് അഭിമാനത്തോടു കൂടിയിരിക്കും. ഇന്നോ ഏറ്റവും വലിയ ശത്രു കൂടപ്പുറപ്പാ, നാട്ടുകാരല്ല. എടാ, നിന്റെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരൻ, നിന്റെ കൂടപ്പറപ്പ്. എന്താ? മനസ്സുകൾ തമ്മിൽ അകന്നുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് താഴെ വീഴുന്ന ഭക്ഷണം അത് നിസ്സാരമായി കളയരുത്. അതിനകത്തായിരിക്കും ബർക്കത്തിരിക്കുന്നത്. ആ ഭക്ഷണം എടുത്ത് തിന്നുക. ഇല്ലെങ്കിൽ നിനക്ക് സർവ്വ ചരാചരങ്ങളുടെയും ശാപം കിട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചെറുപ്പക്കാരൻ, ഞാനീ അടുത്ത് ഇങ്ങനെ താഴെ വീണ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുക, ഉസ്താദല്ലേ വാഴ്ന്നു പറഞ്ഞത്, എല്ലാവരും തിന്നേണ്ട ഭക്ഷണത്തിൻ്റെ അകത്ത് അള്ളാഹു അവനവൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഈ താഴെ കിടക്കുന്നതിൽ എൻ്റെ പേരില്ല എന്നവൻ പറയണേ. ഇതാ കാലം. നമ്മൾ പറയും എല്ലാവരുടെ ഭാര്യമാരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനവന്റെ വാരിയിൽ നിന്നാണെന്ന് ആരോ പറയുന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരെ എന്നോട് ചോദിക്കുക, അപ്പൊ ഈ 2 പെണ്ണ് കെട്ടുന്നവനെ ഏത് വാരിയല്ലെന്ന ഉസ്താദേ?
2 പെണ്ണ് കെട്ടുന്നവന്മാരുണ്ടല്ലോ. അപ്പൊ എങ്ങനെ പകുതി എല്ലാം ഒടിച്ചിട്ടാണോ എന്നാ ചോദിക്കുന്നത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാ. അല്ലോ ഈ 2 കെട്ടുന്നവന്മാരുടെ അവസ്ഥ. ചിലത് പിന്നെ 2 അല്ല 3, 4 ഓടി നടന്ന് കെട്ടുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ മനുഷ്യന്മാർ പെടുന്ന പാടെന്താണ്. അപ്പോൾ ഈ 2 കെട്ടുന്നവൻ, ഞാൻ സ്ഥലം പറയുന്നില്ല, വലിയൊരു പണക്കാരൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നു. അവസാനം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പ്രായമുള്ള ഉസ്താദിനെ അടുത്ത് വിളിച്ചു. ഉസ്താദ് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നു സാധു. ഉസ്താദിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പരാതി പറയുന്നു. ഉസ്താദ് എന്നെ നോക്കും ചിരിക്കും. അയാൾ നിന്ന് ഭയങ്കര കരച്ചല. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ ഉസ്താദെ ആ സാധു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയണേ, നിങ്ങൾ എന്തിനാ ചിരിച്ചേന്ന്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അയാൾ പാവൻ 2 പെണ്ണ് കെട്ടിയിട്ട് 2 എണ്ണത്തിൻ്റെ ഇടയിൽ കിടന്നിട്ട് സമാധാനമില്ല, കരഞ്ഞുകൊണ്ട് പറയാൻ. 2 വിവാഹം കഴിച്ചിട്ട് 2 ഭാര്യമാരുടെ ഇടയിൽ കിടന്നിട്ട് സമാധാനം ഇല്ലാത്തതിനെ കുറിച്ച് എന്നോട് പറഞ്ഞതാ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവനെ ചിരിച്ചേ? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടക്കാം. ഇയാൾ 3 പെണ്ണ് കെട്ടിയിട്ട് ഇനിയിപ്പോൾ എവിടാന്ന് പറഞ്ഞാൽ അപ്പോഴേ 2 കെട്ടിയവൻ വന്നിട്ട് എന്താ പറയാ, എടാ 2 കാലും മന്തുള്ളവൻ്റെ അടുത്ത് 1 കാലും മന്തുള്ളവൻ വന്ന് പരാതി പറയണ പോലെ. അള്ളാഹു ആലം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെങ്ങളെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോളെ, അള്ളാഹു നിന്റെ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, അള്ളാഹു റിസ്ഖിൽ വിശാലത നൽകും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല, നിസാരമായ 4 കാര്യം. നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന 4 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവൻ്റെ വീട്ടിൽ ബറക്കത്ത, ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ 4 കാര്യങ്ങൾ. 1 ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 1, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്ന മനുഷ്യൻ. സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ മുമ്പ് സുബഹിക്ക് തന്നെ നിസ്കരിക്കാൻ എഴുന്നേൽക്കണമല്ലോ ഉസ്താദ്. പിന്നെ മനുഷ്യ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കണം. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ അല്ലാഹു ആ മനുഷ്യന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, ഒതുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന മനുഷ്യൻ, മുസല്ലയിൽ കയറിയിരിക്കുന്ന പെണ്ണ്, അല്ലാഹു അവൾക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 4 അതിത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. 4ാമത്തെ കാര്യം നമുക്കിത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇശാ നമസ്കാരവും കഴിഞ്ഞ് വിത്തറും കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ട് പച്ചയിറച്ചി തീറ്റിയ അല്ലേ? പള്ളി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെളിയിൽ വന്ന് നിന്നിട്ട് വല്ലവന്റെ ഈ ഇറച്ചി തിന്നുക. വീട്ടിൽ പോകാ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഉമ്മ ഒരു റൂമി, വാപ്പ ഒരു റൂമി, മോൾ ഒരു റൂമി, ടവർ കത്തിയില്ല മൊബൈലിലൂടെ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ അധികം സംസാരിക്കല്ലേ, ആവശ്യമില്ലാത്ത ചർച്ചകൾ നീ ഒഴിവാക്ക്, നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു കാലത്തും അല്ലാഹു ദാരിദ്ര്യം തരൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സന്തോഷമായില്ലേ? ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് വേണ്ടി 4 കാര്യം. പെണ്ണുങ്ങൾക്ക് വേണ്ടി 4 കാര്യം. ആരുടെയെങ്കിലും ഭവനത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ആരുടെ അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.
പറഞ്ഞുതരാം. വീട്ടിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, മേടിച്ചു വെക്കണമെന്ന് ഞാൻ പറയൂല. നോക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറഞ്ഞ പെട്ടെന്ന്. ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഒന്ന് അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ വളർത്തിയ? ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുംകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആ, TV ഉണ്ടോ? പൊക്കണ്ട ലേ. ആ ചിരി ആമിന, എൻ്റെ ചിരി ഇപ്പൊ തന്നെ ചിരി ഒക്കെ മാറും. ചിരി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്മാർ മുഴുവനും ആടിനെ വെച്ചവരായിരുന്നു. എല്ലാവരും ആടിനെ. ആടെന്ന് പറയുന്ന ജീവി ബർക്കത്തുള്ളതാ. നായി ഒരു പ്രസവത്തിൽ 4-5 പറ്റും. എന്നാ കാണാറുണ്ടോ എവിടെങ്കിലും? കുറച്ച് കഴിയുമ്പോൾ ചത്ത് റോഡിൽ കിടന്ന് എവിടെയൊക്കെ ചാവും. ഇത് വസ്തു. എന്നാ ആട് 450-500 വില. എത്ര കാലം കൊണ്ട് തിന്നുന്നു? തീരുന്നുണ്ടോ? ഓരോ പെരുന്നാളിനും വെട്ടുന്ന ആടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? കോഴിയെ വളർത്തണം. അതാ കോഴി ബർക്കത്തുള്ള ജീവിയാ. കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. കോഴി ബർക്കത്തുള്ള ജീവിയാ, വീട്ടിൽ വളർത്തണം. ഇനി പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. കോഴിയെ വീട്ടിൽ വളർത്തിയാ കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ? പ്രാക്കും കണ്ണീറും വലിക്കൂല എന്നാ. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റും. വീടിൻ്റെ മുന്നിൽ നല്ല ഒരു മനോഹരമായൊരു കൊല, ഇങ്ങനെ നല്ലൊരു ഏത്തക്കൊല നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ്മ റോഡിൽ കൂടെ പോകുന്ന, അല്ലാ എന്തൊരു കൊലയാ പടച്ചനെ, അതാ കിടക്കണ താഴെ. അവിടെ വാഴ നിന്നതിൻ്റെ അടയാളം പോലും ഇല്ലാത്ത അവസ്ഥയായി പോകും. കരിഞ്ഞു വെക്കളായി ചില ആൾക്കാർ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നാവിൻ്റെ ഒരു കുഴപ്പമാണ്. അതാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചിലരൊക്കെ കണ്ണീറും പ്രാക്കൊക്കെ ഉണ്ട്. വീട്ടിൽ കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ കണ്ണീർ ബാധിക്കില്ല എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ 2-3 പെണ്ണുങ്ങൾക്കുള്ളതാ. 3 ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുണ്ടെങ്കിൽ മക്കളിപ്പോൾ ഉമ്മാനോട് ചോദിക്കുക ആ സാധനം എന്താണ്? കാരണം വീട്ടിലില്ല. ആട്ടുകല്ലെന്നല്ലേ ഇപ്പം പറയാ. ഈ ആട്ടിങ്ങനെ ഗെയിൻഡർ. ഇപ്പം വീട്ടിൽ ഗെയിൻഡറാ. പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ മതി, വഴുതു പറയണ പോലെ അല്ലല്ലോ ആട്ടുന്നേന്ന്. പെണ്ണെ, ഒരു ശരീരത്തിലെ സർവ്വ നരമ്പുകളും വർക്ക് ചെയ്യുന്ന 2 സമയമുള്ളൂ. ഒന്ന് പെണ്ണ് പ്രസവിക്കുമ്പോൾ. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ സർവ്വ നാഡീ നരമ്പുകളും വർക്ക് ചെയ്യുന്ന. രണ്ടാമതൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് ശരീരത്തിലെ നരമ്പുകൾ മുഴുവനും വർക്ക് ചെയ്യണേ. പ്രസംഗിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാ. പക്ഷെ നീ പറ്റി കഴിഞ്ഞാൽ 40 ദിവസം അല്ലാ നീ രാജാവാ. നമ്മളിത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കയറിയിട്ട് ഓടാ ഉള്ളവരാ. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താലും കുറ്റം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ ആട്ടുകല്ല് പറമ്പിൽ കാണാൻ എടുത്തിട്ട് വെച്ചോ. വീട്ടിൽ ആട്ടുകല്ല് നമ്മുടെ ഉമ്മമാര് പണ്ട് അതിനകത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ഇന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മാവിന് കിട്ടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എന്ത്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എവിടെ? ചോറ് വെക്കണത് കരണ്ടില്ല. ചോറ് വെക്കുന്നത് പോലും പെണ്ണുങ്ങൾ ഇന്ന് കരണ്ടില്ല. പകുതി വേവിച്ചിട്ട് അടച്ചു വെക്കുക. പിന്നെ ആവി. പണ്ട് എന്താ പറയുക, ദമ്മ് ബിരിയാണി മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചോറും വേവിക്കുന്ന അങ്ങനെ. ഏത് വീട്ടിലാപ്പ ചട്ടിയുള്ളത്? മണ്ണ് കണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റോ വൈറ്റിലെ ചന്തയിലോ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ച് പോയിട്ട് ഒരാട്, ഒരു കോഴി, ഒരു ആട്ടുകല്ല്, കുറച്ച് ചട്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുകൂട്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു ആ മനുഷ്യന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ
ഒരു പ്രലോഭനങ്ങൾക്കും തകർത്ത് കളയാൻ കഴിയാത്ത ഈമാൻ. ഉസ്താദന്മാര് പ്രഭാഷണം നടത്തും. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ അല്ലാഹുവേ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ തന്റെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി കൈകാലുകൾ കെട്ടിക്കെട്ട് തന്റെ മാറിടത്തിലേക്ക് തന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പാറക്കല്ലെടുത്ത് വെച്ച ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു അല്ലാഹു വഹദ്. അവരുടെ ഈമാനായിരുന്നു പൊന്നുമോളെ. മഹാനായ മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തി ഇറക്കിയിട്ട് ആ പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അങ്ങനെയുള്ള ഈമാൻ നിങ്ങൾക്ക് വേണോ സഹോദരി? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെമ്മക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരെ നിന്റെ പൊന്നുമോൾക്ക് പ്രവാചകന്റെ ജീവിതമോ പറഞ്ഞു കൊടുക്കണേ. കാരണം കണ്ടവന്മാരുടെ കൂടെ പെമ്മക്കൾ ഒളിച്ചൂടുന്ന കാലവാ. കോടതി ചോദിക്കുന്ന വാപ്പയും ഉമ്മയും വേണോ, ഇന്നലെ കണ്ടവനെ വേണോ? എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ട, ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കി എട്ടു പടച്ച റബ്ബിന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോകുന്ന പെമ്മക്കളുടെ കാലവാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നിന്റെ പൊന്നുമക്കളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത എത്ര വലിയ കൊലകൊമ്പനെ കടന്നു വന്നാൽ നിന്റെ പൊന്നുമക്കള് പറയും മിന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാടാ, എനിക്കെന്റെ ദീനാണ് വേണ്ടത്, എനിക്കെന്റെ ദീനാണ് വലുത്. എന്റെ മുത്തുനബിയെ മറക്കാ, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ ഈ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഈ മുന്നിറ്റിത്തടം കൊണ്ട് പടച്ചവനെ എനിക്കെന്റെ മാതാപിതാക്കളാണ് വേണ്ടത്, എന്റെ ദീനാട് എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് മുസ്ലിമിന്റെ രക്തമാണെന്ന് പറയാനുള്ള ഒരു ഈമാൻ അല്ലാഹു നിന്റെ മക്കൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, എന്തിന് ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകുന്ന ഈമാൻ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ ബാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ ശൈത്താൻ അടുത്ത് വന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ മോനെ, വാപ്പയാടാ പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്. അവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? കരയുവടി പൊന്നുമോള്. ഇബ്ലീസ് നിന്റെ മുന്നിലിരുന്നിട്ട് ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ പടച്ചവര്, ഇവൾ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാണല്ലോ, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയായി പോയല്ലോ. ഇവനെ കുറിച്ചാ അല്ലാഹു പറഞ്ഞത്, റബ്ബേ നിന്റെ അടിമകളെ മുഴുവനും നാൽക്കാലികളെക്കാളും മതപ്പതിക്കുന്ന രീതിയിൽ അവരെ ഞാൻ പിഴപ്പിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസ് അവിടെ നിന്ന് കരാറ് ചെയ്യുമ്പോ അല്ലാഹു പറഞ്ഞു ഇല്ലടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, അവരെ തകർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, അവരുടെ ഈമാനിന്റെ മുന്നിൽ നീ തോറ്റുപോകുമടാ. അല്ലാഹു അങ്ങനെയുള്ള ഈമാൻ ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലാഹ് ഒരു ഖബർ പ്രകാശിക്കുകയാ, ഒരു
ഖബർ പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതൊരു ഖബറാണ് നബിയേ. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ? ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാഹ്, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. മാഷിത എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, മാഷിതയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാസിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാ. അവിടുന്ന് ബിസ്മി പറയുകയാണ്. ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്, വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാണ്. പടച്ചവനെ, കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാളും വലിയ മാനക്കേടില്ലല്ലോ. ഫിറഔൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ നാട്ടുകാരറിയാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വേലക്കാരി മൂസാ നബി അംഗീകരിച്ചെന്നറിയുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നുപോയെന്നറിയുമ്പോ വല്ലാത്ത മാനക്കേടായി. ഫിറഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവസാനം യോഗം ഐക്യ കണ്ടേന ഒരു തീരുമാനമെടുത്തു, ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. പടച്ചവനെ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താനെ കൊണ്ട് നിർത്തി. ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? മാഷിത്ത പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, അള്ളാന്റെ ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നോക്കൂ മാഷിത്ത, ആ കൊണ്ടുവരുന്നത് ആരെയാണെന്ന് നോക്കൂ മാഷിത്ത. തന്റെ 7 വയസ്സുള്ള പൊന്നുമോള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നുമോള് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. മാഷിത്ത, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. 2ാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? ആജിത്ത പറഞ്ഞ, ഒരു മാറ്റവുമില്ല. 2ാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. 3ാമതായി കൊണ്ടുവന്നതാരെയെന്നറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോ. ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് വിളിക്കുന്നു, മാഷിത്ത, നിന്റെ പൊന്നുമോനെയൊന്ന് നോക്കൂ മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാ. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ, കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ. അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല. മാഷിത്ത ബീബി കരയുകയാണ്. ശത്രുക്കൾ വിചാരിച്ചു മാഷിത്ത ബീബി തോറ്റുപോയെന്ന്. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു. ഉമ്മ മാത്രം നിന്ന് കരയുകയാണ്. ഉമ്മാനെ കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയത് എങ്ങനെയെന്നറിയുവോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു, യാ ഉമ്മാ ഇക്തഹമീ. അല്ലാഹു പാല് കുടിക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞ് വിളിക്കുന്ന ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അള്ളാന്റെ ദീനാണ് വലുത്, അള്ളാന്റെ ദീനാണ് വലുത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുമ്മ. എനിക്ക് നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പോകാരോ. പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മാ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമുമ്മാ, പക്ഷേ പടച്ചുറപ്പിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, താങ്ങാൻ കഴിയില്ല ഉമ്മ. എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുവോ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്ന് തന്റെ പൊന്നുമോന് ചുംബനം കൊടുത്തിട്ട് യാത്രയാക്കുകയാ. 3 മക്കളും മരിച്ചു. ഫിറഔന് മാഷിത്തയോട് ചോദിച്ചു, മാഷിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ ഈമാനിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാഷിത്ത. ഇതാരാ പറഞ്ഞതെന്നറിയോ? അന്ന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ, പെങ്ങള് അതേ പരമ്പരയിലല്ലേടി നീയും ജനിച്ചത്? ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ ഒരുങ്ങുന്നത്? എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത്? അല്ലാ, ഫിറഔൻ ചോദിച്ചു, നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നതല്ലേ മാഷിത്ത, നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ. മാഷിത്ത ബീബി പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തെന്റെ മക്കളെ കൂടെ ഒന്ന് കബറടക്കുവോ? അല്ലാഹുവേ, ഫിർഔൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു. യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശും നബിയേ. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈപൊക്കിയ മനുഷ്യ, നിന്റെ 6 അടി മണ്ണിന്റെ അകത്ത് വെളിച്ചമാ, നിന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയാ, നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5-ാമത്തെ പ്രതിഫലം അതാണ്. 6-ാമത്തെ പ്രതിഫലം എന്തേ? നാളെ ആരാരും തിരിഞ്ഞു നോക്കാതെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ്വ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹ് യൗമ യഫിറുൽ മർഉ മിൻ അഖീ,
وأمه وأبيه وصاحبته وبنيه വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കയ്യിൽ പിടിക്കാ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന ദിവസം നിന്നെ കാത്ത് നിൽക്കുവടാ പൊന്നുമോനെ പെങ്ങളെ നിന്നെ കാത്ത് നാളെ പ്രവാചകൻ ഹൗദിൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാണ് പടച്ചവന്റെ പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയല്ലേ ഹൗദിൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ